ഒരു നാടിനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി മലപ്പുറം വെട്ടിച്ചിറ സ്വദേശി മുഹമ്മദ് അഫ്സലിന്റെ വിയോഗം. വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരുന്നതിനിടെ വിമാനത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. മാതാപിതാക്കളും 3 സഹോദരിമാരുമുള്ള കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു അഫ്സൽ. 2 മാസം മുമ്പാണ് ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തോളിലേറ്റി 27-കാരനായ അഫ്സൽ ബഹ്റൈനിലെത്തിയത്. ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ തുടർച്ചയായി പനി പിടിപെട്ടു. രോഗം മാറാതെ വന്നപ്പോഴാണ് നാട്ടിലെത്തി ചികിത്സിക്കാൻ തീരുമാനിച്ചത്. ചൊവ്വാഴ്ച കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്നതിൻ്റെ അല്പം മുമ്പാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇവിടുത്തെ ക്ലൈമാറ്റും പിടിക്കാതെ പനി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പനി വരും, ഡോക്ടറെ കാണും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന സംഭവം. വീണ്ടും പനി വരും, ഡോക്ടറെ കാണും. അങ്ങനെ പോവുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എന്തായി, ഛർദിയും അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പും ഇതുകൂടെ കണ്ടു. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടുന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ചൊരു ക്രിട്ടിക്കലാണ് എന്നുള്ളത് അവർ പറഞ്ഞു. നിങ്ങൾ നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എന്താക്കിയത്, അവൻ അവിടെ നിന്ന് പോകുന്നത്. നാടിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഭാഗമാകുന്ന അഫ്സലിൻ്റെ വിയോഗത്തിൽ നാട്ടുകാരും വലിയ വേദനയിലാണ്. എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ അതിൻ്റെ ആ ഒരു ദുഃഖം, ആ ഒരു ഷോക്കിലാണ് ഇപ്പോഴും ഉള്ളത്. അഫ്സൽ വളരെ സജീവമായി എന്ത് പ്രവർത്തിക്ക് വിളിച്ചു കഴിഞ്ഞാലും വരുന്ന ഒരു കൂളായിട്ടുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ദുഃഖത്തിലാണ് ഞങ്ങളുള്ളത്, കുടുംബങ്ങളും മറ്റാളുകളൊക്കെ. രോഗം ഭേദമായി സ്വപ്നങ്ങൾക്ക് വീണ്ടും നിറം നൽകാമെന്ന പ്രതീക്ഷയിലായിരുന്നു അഫ്സൽ. മകനായി കരുതലോടെ കാത്തിരുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ ചേതനയേറ്റ ശരീരമാണ് തിരിച്ചെത്തിയത്. കുടുംബത്തോടൊപ്പം ഒരു നാട് മുഴുവൻ അഫ്സലിൻ്റെ വിയോഗത്തിൽ വിലപിക്കുകയാണ്. മീഡിയ 1 തിരൂർ.